ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ പ്രഗത്ഭരായ വ്യക്തികളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓഡീഷൻ നടത്തപ്പെടുന്നത് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. നാം മാട്രിമണി സൈറ്റിൽ നമ്മുടെ പേരുകളും വിവരങ്ങളും നൽകുന്നത് പോലും ദ ബെസ്റ്റ് പാർട്ണറെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ലോകത്തിൻ്റെ പൾസ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുനാഥൻ തിരഞ്ഞെടുക്കുന്നത് ബെസ്റ്റ് അല്ല, മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:8 നാം വായിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളെക്കാൾ ഉന്നതമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:10 ദൈവം പറയുന്നു, ഞാൻ മനസ്സിനെ പരിശോധിക്കുന്നവനും ഹൃദയങ്ങളെ പരീക്ഷിക്കുന്നവനുമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ നാം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമാണ് എന്ന സത്യമാണ്. ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തപ്പോൾ പുറപ്പാട് 4:10 മോശ ദൈവത്തോട് പറയുന്നത്, കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ പാഠവുമില്ലാത്തവനാണ്. മിദ്യാൻകാരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ ദൈവം ഗിദിയോനെ തിരഞ്ഞെടുത്തപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6:15 ഗിദിയോൻ പറയുന്നത്, കർത്താവേ, എനിക്കിതെങ്ങനെ സാധിക്കും, എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്. ജെറമ്യായ പ്രവാചകനായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1:6 പറയുന്നത്, കർത്താവെ, ഞാൻ കേവലം ബാലനാണ്. ഇനി യേശുനാഥന്റെ ശിഷ്യന്മാരെ നാം പരിശോധിക്കുമ്പോൾ എല്ലാവരും കുറവുകളുള്ളവർ തന്നെയായിരുന്നു. മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. പത്രോസ് ലീഹ തന്റെ വാക്കിന് വില കൽപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9:54 ദൈവത്തെ യേശുനാഥനെ സമരിയക്കാർ സ്ഥിരീകരിക്കാതിരുന്നപ്പോൾ കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയവരെ നശിപ്പിക്കട്ടെ എന്ന് പറയത്തക്ക വിധം ദേഷ്യക്കാരായിരുന്നു യാക്കോബും യോഹന്നാനും. എന്നിങ്ങനെ കുറവുകളുള്ളവർ തന്നെയാണ് യേശുനാഥൻ തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തന്നെ എളിമപ്പെടുത്തുവാൻ. കുറവുകളുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മെ തന്നെ എളിമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 1 പത്രോസ് 5:6 നാം വായിക്കുന്നു, കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. രണ്ടാമതായി നാം ആശ്രയിക്കേണ്ടത് നമ്മുടെ ശക്തിയിലല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിയിലാണെന്നൊരു ബോധ്യം ഉണ്ടാകുവാൻ. ഫിലിപ്പിയർക്ക് ലേഖനം 4:13 പൗലോസ് ലീഹ പറയുന്നു, എന്നെ ശക്തനാക്കിയതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ശിഷ്യന്മാരെ പോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം എല്ലാവരും എന്ന സത്യമാണ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകളല്ല, മറിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ അടയാളമാണ് എന്ന സത്യം നാം തിരിച്ചറിയണം. എന്നാൽ കുറവുകളിൽ, ബലഹീനതകളിൽ ജീവിക്കാതെ ശിഷ്യന്മാരെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കുവാനും അവർ ദൗത്യം പൂർത്തിയാക്കിയതുപോലെ നമുക്ക് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാനുമാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ കുറ്റപ്പെടുത്താതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനായി മാറുന്നത്. കൊളോസ്യോസ്കാർക്ക് ലേഖനം 3:26 പൗലോസ് ലീഹ പറയുന്നു, നിങ്ങളുടെ ജോലി ഏത് തന്നെയായിരുന്നാലും മനുഷ്യരെയല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ, അപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കും. ഈ ഒരു ബോധ്യത്തോടുകൂടി നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശിഷ്യരാകുവാനാണ് എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ ബലഹീനതകളെ പഴിക്കാതെ, നമ്മുടെ കുറവുകളെ പഴിക്കാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു തീർക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ ആ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരു അധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസ് അല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധിയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.